ഹായ്, എസ് എൽ ടോക്സിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത് ചില റിലേഷൻഷിപ്പ് നമ്മൾ കാണാറുണ്ട് സോഫ്റ്റ് കൺട്രോൾ എന്ന് പറയുന്ന ഒരു കാര്യം. അതായത് വളരെ സോഫ്റ്റായ രീതിയിൽ പെരുമാറും, പക്ഷേ അത് കൺട്രോളിങ് കൂടിയാണെന്നുള്ളതാണ്. നമ്മളെ നിയന്ത്രിക്കുക കൂടിയാണ് അവർ ചെയ്യുന്നത്. നമുക്കത് ഭയങ്കര സോഫ്റ്റായിട്ട് ഫീൽ ചെയ്യുകയും ചെയ്യും. അപ്പം ഇങ്ങനെ സോഫ്റ്റ് കൺട്രോൾ ചെയ്യുന്ന ആളുകളെ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം എന്നുള്ളതാണ്. മേ ബി നിങ്ങളുടെ പാർട്ട്ണർ ഇങ്ങനെ ഒരു പേഴ്സൺ ആയിരിക്കാം. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ചിലപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുകയായിരിക്കാം. നിങ്ങളുടെ പാർട്ട്ണർ നിങ്ങളെ ഭയങ്കര സ്നേഹക്കൂടുതൽ കൊണ്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ നിങ്ങളെ കൺട്രോൾ ചെയ്യുകയാണ്, ബട്ട് വളരെ സോഫ്റ്റായ രീതിയിൽ. അതെന്തൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തെ പോയിന്റ് എന്ന് പറയുന്നത്, ഇവര് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞിട്ട് ഇവർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ടായിരിക്കും, ഒരു ഡയലോഗ് ഉണ്ടായിരിക്കും, ഞാൻ നിനക്ക് വേണ്ടിയിട്ടാണല്ലേ ഇതൊക്കെ പറയുന്നത് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താ വിചാരിക്കുന്നറിയോ, എന്നോടുള്ള ഭയങ്കരമായിട്ടുള്ള സ്നേഹക്കൂടുതലാണ് ചേട്ടന്, അല്ലെങ്കിൽ അവൾക്ക് എന്നോട് ഭയങ്കര സ്നേഹക്കൂടുതലാന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ ശരി എന്നൊക്കെ പറഞ്ഞിട്ട് പറയും. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ വളരെ സേഫായിട്ട് വളരെ കെയർ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമ്മളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് നമ്മളെ കൺട്രോൾ ചെയ്യാണ് ഇവർ ചെയ്യുന്നത്. അതായത് നമ്മൾ കെയർ ചെയ്യുകയാണെന്നുള്ളതാണ് നമ്മൾ വിചാരിക്കുന്നത്. ബിക്കോസ് അവർ പെരുമാറുന്ന അങ്ങനെയാണ്, പറയുന്ന കാര്യം അങ്ങനെയാണ്. പക്ഷെ അവരുടെ ലക്ഷ്യം കൃത്യമായിട്ട് അവർ ചെയ്യുന്നുമുണ്ട്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്നവർ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മളെ കൊണ്ട് അനുസരിപ്പിക്കുന്നുമുണ്ട്. അതിന്റെ പുറകിൽ അവർ പറയുന്ന കാരണം എന്ന് പറയുന്നത് നിന്നോടുള്ള സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, അല്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടല്ലേ ഞാനിങ്ങനെ പറയുന്നത് എന്നുള്ളത്. അപ്പം നമ്മൾ ചെയ്യാണ്ടിരിക്കും. അതായത് അവർ ചെയ്യേണ്ടെന്ന് പറഞ്ഞ കാര്യം നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്യും. കാരണം എന്നോട് അത്ര സ്നേഹമുള്ള ഒരാളാണ് പറയുന്നത് എന്ന് നമ്മൾ വിചാരിക്കും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആഗ്രഹിക്കുന്ന കാര്യം അവിടെ നടക്കുകയാണ് ചെയ്യുന്നത്, അല്ലാതെ നമ്മളോട് സ്നേഹക്കൂടുതലൊന്നല്ല എന്നുള്ളത് മനസ്സിലാക്കുക. 1-2 പ്രാവശ്യമൊക്കെ അങ്ങനെ പറയുകയാണെങ്കിലും ഓക്കെ, അതിൽ കൂടുതലായിട്ട് നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം ചെയ്യാൻ സമ്മതിക്കാതെ ഈ ഒരു രീതിയിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് ഇവിടെ സ്നേഹക്കൂടുതലല്ല. സ്നേഹക്കൂടുതൽ ഉണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ ജീവിക്കാൻ അനുവദിക്കുകയാണ് ചെയ്യുക. ഇവിടെ അങ്ങനെയല്ല സംഭവിക്കുന്നുണ്ടെങ്കിൽ നേരെ തിരിച്ചാണെന്നുള്ളതൊന്ന് മനസ്സിലാക്കുക. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, അവരുടെ മൂഡ് അനുസരിച്ചാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ മാറുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നിങ്ങളുടെ സ്വാതന്ത്ര്യവും ഒക്കെ മാറുന്നത് അവരുടെ മൂഡ് അനുസരിച്ചാണ്. അവർ ഭയങ്കര വിഷമത്തിലാണ് ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രീഡം അവിടെ ഇല്ലാതെയാവും. അതായത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാൻ പറ്റാതെ ആകും എന്നുള്ളതാണ്. അവർ ഭയങ്കര ഹാപ്പി ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങളും ഹാപ്പിയാണ്, നിങ്ങൾക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ അവരോട് ചോദിച്ച് ചെയ്യാം. ഈ രീതിയിൽ നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ അവരുടെ മൂഡ് ചേഞ്ചസ് സ്വാധീനിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. പൊതുവെ നമ്മളെ കൺട്രോൾ ചെയ്യാത്തൊരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അവർക്ക് ചിലപ്പോൾ ഒത്തിരി അവരുടെ സ്വഭാവത്തിൽ മാറ്റങ്ങളൊക്കെ സംഭവിച്ചു കഴിഞ്ഞാലും, മൂഡ് സ്വിങ്സ് ഒക്കെ വന്നു കഴിഞ്ഞാലും അത് നിങ്ങളെ ബാധിക്കില്ല. ചിലപ്പോൾ അവർക്ക് വിഷമം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് വിഷമമാകാം, അവർ ഹാപ്പി ആണെങ്കിൽ നിങ്ങൾ ഹാപ്പി ആവും. ഓക്കെ, അതൊക്കെ സ്നേഹത്തിൽ ഉണ്ടാവുന്ന കാര്യമാണ്. പക്ഷെ അങ്ങനെയല്ലാതെ ഇപ്പൊ അവർ വിഷമിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നും ചെയ്യാൻ പാടില്ല. എന്ത് ചെയ്തു കഴിഞ്ഞാലും അവിടെ ചീത്ത പറയുക, കുറ്റം പറയുക. അതായത് നിങ്ങൾക്ക് ഒന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. ആൾ വിഷമത്തിലാണോ, നിങ്ങൾ വിഷമിച്ചിരിക്കണം. ആൾ ഹാപ്പിയാണോ, കുഴപ്പമില്ല, നീ കുറച്ച് സന്തോഷിച്ചു എന്ന് പറയുന്ന അവിടെ സ്നേഹം ഇല്ല എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷെ ഇവിടെ അങ്ങനെ ആയിരിക്കും. ആൾ വിഷമത്തിലാണെങ്കിൽ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ അവിടെ വിഷമിച്ചിരിക്കേണ്ടി വരും. ആൾ ഹാപ്പി ആണെങ്കിൽ ഓക്കെ, ആളുടെ സമ്മതം ഉണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ഇങ്ങനെ ആളുടെ മൂഡ് ചേഞ്ചസ് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ ബാധിക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കേണ്ടത് സേഫായ രീതിയിൽ ആൾ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ്. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളുടെ ഫ്രണ്ട്സ്, നിങ്ങളുടെ ഹോബീസ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റു കാര്യങ്ങളൊക്കെ മാറ്റി വെക്കേണ്ടി വരിക എന്നുള്ളതാണ്. ഇവരുടെ ഒരൊറ്റ ഡയലോഗ്, എനിക്കത് ഇഷ്ടമല്ല കേട്ടോ, നീ അത് ചെയ്യണ്ട, ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ സ്നേഹത്തോടെ പറയുന്നത് എനിക്ക് ആ സംഭവം ഇഷ്ടമല്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് അനുസരിക്കാതിരിക്കാൻ പറ്റുന്നില്ല, പലർക്കും അങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ പല ഇഷ്ടങ്ങളും നിങ്ങളുടെ പല ഫ്രണ്ട്സിനെയും നിങ്ങൾക്ക് വേണ്ടാന്ന് വെക്കേണ്ടി വരികയാണ് ഇവർക്ക് വേണ്ടിയിട്ട്. അവസാനം നിങ്ങളുടെ ചുറ്റും ആരും ഉണ്ടാവില്ല. നിങ്ങൾ വിചാരിക്കും എൻ്റെ പാർട്ട്ണർ ഉണ്ടാവും, എനിക്ക് അവരാണ് എല്ലാം എന്നൊക്കെ വിചാരിക്കും. പക്ഷേ കുറേ കഴിയുമ്പോൾ അവർക്കും നിങ്ങളെ വേണ്ടാന്ന് തോന്നും. കാരണം അവരിപ്പോൾ തന്നെ ഭയങ്കര ഇഷ്ടക്കൂടുതലും ആണ് കൺട്രോൾ ചെയ്യുക എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല. വലിയ ഇഷ്ടക്കൂടുതലൊന്നും അവർക്ക് ഉണ്ടാവില്ല. അവർ നിങ്ങൾക്ക് ആരും ഇല്ലാതെ ആക്കാൻ വേണ്ടി ചിലപ്പോൾ പല രീതിയിലും ശ്രമിക്കുന്നവരായിരിക്കും. ചിലപ്പോൾ സ്നേഹക്കൂടുതൽ കൊണ്ടും ഇങ്ങനെ ചെയ്യുന്നവരുണ്ട്, കൺട്രോൾ ചെയ്യുന്നവരുണ്ട്. നിങ്ങൾ നഷ്ടപ്പെടുമോ എന്നുള്ള പേടി കൊണ്ട് ചെയ്യുന്നവരുണ്ട്. അതും ഒരിക്കലും നിങ്ങൾക്ക് നല്ലതാവില്ല എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ ഇഷ്ടങ്ങളും, ഇപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങൾ ചെയ്യുന്ന കുറെ, നിങ്ങൾക്ക് അതായത് നിങ്ങൾ വെറുതെ ഇരിക്കുമ്പോൾ ചെയ്യുന്നതും ഇഷ്ടപ്പെടുന്നതുമായുള്ള കുറെ വിനോദങ്ങളുണ്ട്, ഹോബീസ് ഉണ്ട്, നിങ്ങളുടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. ജസ്റ്റ് ഒരു വിഷമം വരുന്ന സമയത്ത് ഇരിക്കണം, സംസാരിക്കണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന കുറെ ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്. അപ്പൊ ഇവരുടെ അടുത്തൊന്നും നിങ്ങൾ പോകാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ മേ ബി സ്റ്റാർട്ടിങ് നമുക്ക് ഫീൽ ചെയ്യും ഓക്കെ ആണ്,
സ്നേഹമാണെന്നൊക്കെ പതിയെ പതിയെ അത് ഭയങ്കര കൺട്രോളിംഗ് ആയിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അതും മറ്റൊന്നുമല്ല, കൺട്രോളിങ് തന്നെയാണ്. സോഫ്റ്റായ രീതിയിൽ കൺട്രോൾ ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് തിരിച്ചറിയാൻ നിങ്ങൾ വൈകി പോകും എന്നുള്ളതും ഒരു വാസ്തവമാണ്. ഇനി 4ാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് അവരുടെ അപ്രൂവൽ ഇല്ലാതെ നിങ്ങൾക്ക് ഹാപ്പി ആവാനോ കോൺഫിഡന്റ് ആവാനോ പറ്റില്ല എന്നുള്ളതാണ്. അതായത് ഇവര് ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഏറ്റവും നല്ല എക്സാമ്പിൾ പറഞ്ഞുതരാം. നിങ്ങൾക്കൊന്ന് പുറത്ത് പോകണമെന്ന് വിചാരിച്ചോ. അപ്പോൾ ബാക്കി നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ പറയണ്ടാവും, കുഴപ്പമില്ല നീ വായോ, അവരോട് ചോദിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, ഇനി വിളിക്കുമ്പോൾ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പുറത്ത് വന്നിരിക്കാന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുന്നുണ്ടാവും. പക്ഷെ നിങ്ങളുടെ മനസ്സിൽ വല്ലാത്തൊരു ടെൻഷൻ ഉണ്ടാവും, അയ്യോ സമ്മതമില്ലാതെ പോയി കഴിഞ്ഞാൽ അത് പ്രശ്നമായാലോ എന്നുള്ളത്. നിങ്ങൾക്ക് കോൺഫിഡൻസ് ഉണ്ടാവില്ല നിങ്ങളുടെ ഫ്രണ്ട്സ് പോകുന്നത് പോലെ ഫ്രീ ആയിട്ട് അവരുടെ കൂടെ പോകാൻ വേണ്ടിയിട്ട്. മീൻസ് അത്രയും ഫ്രീഡം അനുഭവിക്കണമെന്നുണ്ടെങ്കിലും അതിനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ അടുത്ത പ്രശ്നമാകും എന്നുള്ളത് നിങ്ങൾക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് കോൺഫിഡൻസ് ഇല്ല, വിശ്വാസമില്ല എന്താവും എന്നുള്ള ആ ഒരു കാര്യത്തിൽ. അപ്പൊ അവരുടെ സമ്മതം കിട്ടിയാൽ മാത്രമാണ് നിങ്ങൾ ആ സമയത്ത് ഹാപ്പി ആൻഡ് കോൺഫിഡൻ്റ് ആയിട്ട് മാറുകയുള്ളൂ. അവരുടെ അപ്രൂവൽ അവിടെ അത്യാവശ്യമാണ്. ശരിക്കും അങ്ങനെ ആയി മാറിയിരിക്കുന്നു കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പൊ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവരുടെ അപ്രൂവൽ വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവരുടെ സപ്പോർട്ട് അല്ലെങ്കിൽ അവരുടെ സമ്മതം വേണം എങ്കിലേ നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാൻ പറ്റൂ എന്നുണ്ടെങ്കിൽ അതും സ്നേഹക്കൂടുതൽ കൊണ്ടല്ല, മറിച്ച് അവർ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്തിയത് കൊണ്ടാണ് എന്നുള്ളത് മനസ്സിലാക്കുക. ഇനി ലാസ്റ്റത്തെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഇതുമായി കണക്ട് ചെയ്തിട്ടുള്ളത് തന്നെയാണ്. വളരെ ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പോലും നിങ്ങൾക്ക് പെർമിഷൻ ആവശ്യമാണെന്നുള്ളതാണ്. നേരത്തെ പറഞ്ഞ ഏകദേശം സെയിം പോയിന്റ് തന്നെയാണ് വരുന്നത്. അതായത് വളരെ ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും ഇപ്പം നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിക്കും, ഇത് ചെയ്തോട്ടെ, ചെയ്താൽ കുഴപ്പമുണ്ടോ എന്നുള്ളത്. കാരണം നിങ്ങളുടെ മനസ്സിൽ കൂടെ 100 കൂട്ടം കാര്യങ്ങൾ ഓടിക്കൊണ്ടിരിക്കും. ഇത് ചെയ്ത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇനി അവരെന്താ പറയുക, അവർ ചീത്ത പറയോ, അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും, അങ്ങനെ കുറേ ടെൻഷൻ നിങ്ങളുടെ ഉള്ളിൽ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും അവരുടെ പെർമിഷനൊക്കെ ആവശ്യമായിട്ട് വരുന്നുണ്ടെങ്കിൽ അത് മറ്റൊന്നുമല്ല, അവിടെയൊക്കെ ഉണ്ടാവുന്നത് എന്താണെന്നറിയോ, നിങ്ങൾ കൺട്രോൾ ചെയ്ത് നിർത്തി എന്നുള്ള ഒരു സംഭവമാണ്. അത് നിങ്ങൾ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പൊ ഇങ്ങനെയൊക്കെ അവർ ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, മേ ബി നിങ്ങളുടെ മുമ്പിൽ ഭയങ്കര സ്നേഹമായിട്ട് അവർ കാണിക്കുന്നുണ്ടാവും, പക്ഷെ അവര് സ്നേഹം ആയിട്ട് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ പോലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളെ കൺട്രോൾ ചെയ്ത് നിർത്താറുണ്ട്. അപ്പൊ അതിനുള്ള ഏറ്റവും നല്ല ഒരു സേഫ് പ്ലേ ആണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. സേഫ് ആയ രീതിയിൽ നിങ്ങളെ കൺട്രോൾ ചെയ്യുക ചെയ്യുന്നത്. നിങ്ങൾക്കിത് മനസ്സിലാക്കാൻ മേ ബി ഫസ്റ്റ് ഒന്നും പറ്റണം എന്നില്ല, പക്ഷേ നിങ്ങളെ കൺട്രോൾ ചെയ്യുന്നുണ്ട് എന്നുള്ളത് 1-2 കാര്യങ്ങളിലൂടെ ഇവർ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അറിയാൻ പറ്റിയാൽ മനസ്സിലാക്കുക, ഇത് കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ ശരിയാവില്ല എന്നുള്ളത്. അങ്ങനെ ആകുമ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ് അവരെ തിരുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ അങ്ങനെ കൺട്രോൾ ചെയ്യുന്ന ഒരു പേഴ്സൺ ആണെന്നുണ്ടെങ്കിൽ ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെ കുറിച്ച് മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഞാനോട് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്